അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ചൗവരി ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഈ ചൗവരി മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളത്തിൽ 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. പാലെടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് വേണം എടുക്കാനായിട്ട്. ഇനി പാലത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ പാല് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ കുതിർത്ത് മാറ്റി വെച്ച ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളം മാറ്റിയിട്ട് വേണം ഈ പാലിലേക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതാ ചൗവരിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് മഖാന ഇട്ട് കൊടുക്കാം. താമര വിത്താണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണിത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു 10 കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ബദാം, പിസ്ത, അതുപോലെ തന്നെ നിലക്കടല ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കയുടെ തരിയാണ്, തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പാല് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ചൗവരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മൾ കട്ടിയുള്ള പാലല്ലേ എടുത്തിട്ടുള്ളത്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു നോർമൽ മധുരമാണ്, വലിയ മധുരം ഒന്നും ഉണ്ടാവില്ല. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ഇളകി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചതെല്ലാം കൂടിയിട്ട് ഇതിലങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പോലെ കിടക്കും. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് നിങ്ങളെ കയ്യിൽ ഉള്ളതെങ്കിൽ ഈ ഒരു സമയം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഏലക്കയുടെ തരികൾ ചേർത്ത് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 2 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നല്ല കുറുകി ഒന്ന് സെറ്റായി കിട്ടണം. 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്, ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നല്ലതുപോലെ തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും ചേർക്കുന്നില്ല, കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പച്ചമുന്തിരി റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കറുത്ത മുന്തിരി വേണമെങ്കിലും റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഷമാമാണ് എടുത്തിട്ടുള്ളത്. ഇതും ഒരു 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് പപ്പായ എടുക്കാം, ആപ്പിൾ എടുക്കാം, അല്ലെങ്കിൽ നേന്ത്രപ്പഴമോ ഞാലിപ്പൂവൻ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് മാതള നാരങ്ങയുടെ അല്ലികളാണ് ചേർക്കുന്നത്. അതിപ്പോൾ എല്ലാത്തിലും ചേർക്കുന്നതാണ്. മാതള നാരങ്ങയുടെ അല്ലികൾ പ്രത്യേക ടേസ്റ്റും കാണാനും ഒരു ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. കുരുവില്ലാത്ത ഉണക്കമുന്തിരി വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഉണക്കമുന്തിരിയും എടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് 2-3 കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മത്തന്റെ കുരുവാണ്, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കാണാനും ഒരു ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ലതാണ്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ അതാ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി വയറ് നിറയാനും വിശപ്പ് മാറാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം തേനും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചൂട് സമയത്ത് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്